പ്ലസ് ടുവിലെ കാര്യങ്ങളിലോട്ട് നമുക്ക് കടക്കാം. നമ്മൾ ഇത്രയും നേരം പ്ലസ് വണ്ണിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ പ്ലസ് ടുവിലെ ആദ്യത്തേത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ടൈപ്പ് വെച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ട് ഫംഗ്ഷന്റെ പ്രോബ്ലംസ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു കാര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ അങ്ങോട്ടുള്ള ക്ലാസ്സേ കണ്ടിട്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കാൻ നോക്കും. അപ്പൊ മനസ്സിലാവാത്ത ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഡൗട്ടുള്ളവര് എന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടെങ്കിലും ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പറയാൻ പോകുന്ന അടുത്ത് അപ്പൊ ആദ്യത്തെ ടൈപ്പ് ഫംഗ്ഷന്റെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 1-1 ഫംഗ്ഷൻ ആണ്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്ന പേരെന്താണ്? 1-1 ഫംഗ്ഷൻ. 1-1 ഫംഗ്ഷന് വേറൊരു പേര് കൂടെ പറയും, ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ള പറയും. 1-1 ഫംഗ്ഷൻ പറയുന്ന പേരെന്താണ്? ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോ നിങ്ങളുടെ ചോദ്യം ഇങ്ങനെ ആയിരിക്കും. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഫംഗ്ഷൻ 1-1 ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ 1-1 ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചോദ്യം വരുന്നത്. അപ്പോ എന്താണ്, അപ്പൊ നിങ്ങൾക്ക് അറിയണം എന്താണ് 1-1 എന്ന് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തരാം. നിങ്ങൾ 1-1 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലാദ്യത്തെ, ഒരു ഫംഗ്ഷൻ 1-1 ആവണമെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു വാചകം പതിഞ്ഞു കിടക്കണം. അത് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ട വാചകം എന്താണ്? 1-1 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആദ്യത്തെ വാചകം എന്താണ്? ഇമേജസ് എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. എന്താണ് ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എല്ലാം വേറെ വേറെ ആയിരിക്കണം. ഇമേജസ് സെയിം ആവാൻ പാടില്ല. ഇമേജസ് എല്ലാം എന്തായിരിക്കണം? വേറെ വേറെ ആയിരിക്കണം. ഒരേ ഇമേജ് ആയിട്ട് വരാൻ പാടില്ല. ഇമേജസ് എല്ലാം വേറെ വേറെ ആയിരിക്കണം. ഇപ്പൊ കുറെ പേർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് 1-1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഐഡിയ കിട്ടാത്തവരുണ്ടാവും. അതിനാണ് നമ്മളിവിടെ 4 എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് 1-1 എന്ന് നോക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് അത് ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 1-1 ആണോ അല്ലയോ? 1-1 ആവാനുള്ള കണ്ടീഷൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇമേജസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കണം. ഫസ്റ്റ് കണ്ട് നോക്കി ഇമേജസ് എല്ലാം ഡിഫറെന്റ് ആണോ എന്ന് നിങ്ങൾ തന്നെ നോക്കി, നന്നായിട്ട് നോക്കി. ഇമേജസ് ഡിഫറെന്റ് ആണോ? ഇമേജ് ഏതൊക്കെയാണ്? ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഉള്ളതാണ്. ഇതൊക്കെയാണ് ഇമേജ് എന്ന് പറയുന്നത് അല്ലേ? ഇതൊക്കെയാണ് ഇമേജസ് എന്ന് പറയുന്നത്. അതൊക്കെ എല്ലാം വേറെ വേറെ തന്നെ ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഉള്ള ഒരാൾക്ക് സെയിം ഇങ്ങനെ വരുന്നുണ്ടോ, ഇമേജ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോ 2 അടുത്ത 1ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് 4 ആണ്. ഇനി വേറെ ഏതെങ്കിലും ഇമേജ് 2 വന്നിട്ടുണ്ടോ? അങ്ങനെയാണ് നിങ്ങൾ നോക്കാനായിട്ട്. 1ന്റെ ഇമേജ് 2 ആണ്. വേറെ ഏതെങ്കിലും എലമെന്റിന്റെ ഇമേജ് 2 വന്നിട്ടുണ്ടോ? സെയിം വേറെ വരാൻ പാടില്ല. അതാണ് 1-1 എന്ന് പറയുന്നത്. അപ്പോ 1-1 എന്ന് വെച്ചാൽ എന്താണ്? ഇമേജസ് എല്ലാം എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം, സെയിം ആവാൻ പാടില്ല. അപ്പൊ 1ന്റെ ഇമേജ് 2 ആണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേക്ക്, 1ന്റെ ഇമേജ് 2 ആണെങ്കിൽ വേറെ ഒന്നിന്റെ ഇമേജ് 2 വരാൻ പാടില്ല. വേറെ ഒന്നിനും ഇമേജ് 2 വരാൻ പാടില്ല. അതാണ് എന്തെന്ന് പറയുന്നത് 1-1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാം വേറെ വേറെ ആയിരിക്കും. 1ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 4, വേറെ ഒന്നിന്റെ ഇമേജ് 4 വരാൻ പാടില്ല. 3ന്റെ ഇമേജ് 6, വേറെ ഒന്നിന്റെ ഇമേജ് 6 വരാൻ പാടില്ല. 4ന്റെ ഇമേജ് 8, വേറെ ഒന്നിന്റെ ഇമേജ് 8 വരാനും പാടില്ല. 4 അല്ലാതെ വേറെ ഒന്നിന്റെ ഇമേജ് 8 വരാൻ പാടില്ല. ആണോ നോക്കി? എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ? എല്ലാം ഡിഫറെന്റ് അല്ലേ? സെയിം ആയിട്ട് ഏതെങ്കിലും ഇമേജ് വന്നോ അവിടെ? ഇല്ല. അപ്പൊ നന്നായിട്ട് നോക്കുക. ഇമേജസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഇമേജസ് എല്ലാം ഡിഫറെന്റ് ആണ്, ഒന്നും സെയിം ആയിട്ട് വന്നിട്ടില്ല. therefore the first given function is 1-1. ആദ്യത്തെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? 1-1 ഫംഗ്ഷൻ ആണ്. ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തേത് 1ന്റെ ഇമേജ് 0. ഓക്കെ, ഞാൻ പറഞ്ഞു കണ്ടീഷൻ ഇതാണ്. 1-1 ആണെങ്കിൽ
ഇനി ഒന്നിന്റെ ഇമേജ് സീറോ ആവാൻ പാടില്ല. വണ്ണിന്റെ ഇമേജ് സീറോ വന്നു കഴിഞ്ഞു. ഇനി സീറോ ഒന്നിന്റെ ഇമേജ് ആയിട്ട് വരാൻ പാടില്ല. നമുക്ക് നോക്കുമ്പോ രണ്ടിന്റെ ഇമേജ് ഏതാണ്? സീറോ ആണ്. വണ്ണിന്റെ ഇമേജും സീറോ, ടുവിന്റെ ഇമേജും സീറോ. അപ്പോ അവിടെ ഇമേജ് ഡിഫറെന്റ് ആണോ? ഇമേജ് ഡിഫറെന്റ് ആണോ അവിടെ എന്ന് പറയുന്നത്? അല്ല, ഇതൊരു ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണ്. പക്ഷേ ഇമേജ് എന്തായിട്ട് വന്നില്ല? ഡിഫറെന്റ് ആയിട്ട് വന്നില്ല. വണ്ണിന്റെ ഇമേജും സീറോ ആണ്, ടുവിന്റെ ഇമേജും സീറോ ആണ്. അപ്പൊ 1 1 അല്ല എന്നുള്ളത് റീസൺ നിങ്ങൾ ഇതിങ്ങനെയാണ് എഴുതാനായിട്ട്. ഇമേജ് ഓഫ് 1 ഈസ് എത്രയാണ്? 0. ഇമേജ് ഓഫ് 2 ഈസ് 0. സോ ഇമേജസ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ നോട്ട് ഡിഫറെന്റ്. അങ്ങനെ ആയതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് 1 1. എല്ലാവർക്കും ഐഡിയ പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പോ ഒന്നുകൂടെ പറയാം, ഇമേജസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. 1 1 ഇമേജസ് ഡിസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ ഇമേജസ് ഡിഫറെന്റ്, അതായിരിക്കണം നിങ്ങൾക്ക് ആദ്യം വരേണ്ടത്. അപ്പൊ 1ന്റെ ഇമേജ് 0, വേറെ ഒന്നിന്റെ ഇമേജിന് 0 വരാൻ പാടില്ല. 1 1ന്റെ കേസിൽ വേറെ ഒന്നിന്റെ ഇമേജ് 0 വരാൻ പാടില്ല. പക്ഷെ ഇവിടെ 2ന്റെ ഇമേജ് ഏതാണ്? 0 ആണ്. ഇനി അവിടെ നോക്കേണ്ട ആവശ്യമുണ്ടോ? 3ന്റെ ഇമേജ് 0 ആണ്, 4ന്റെ ഇമേജ് 0 ആണ്. അവിടെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി എന്തായി മാറിയില്ല? അത് 1 1 ആയി മാറിയില്ല. നിങ്ങൾക്ക് അവിടെ വെച്ച് നോക്കുന്നത് നിർത്താം. പിന്നെ അതെന്തല്ല? 1 1 അല്ല. തേർഡ് വൺ 1 1 ആണോ അല്ലയോ എന്നൊന്ന് നോക്കുക. നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. എന്ത് പറയുന്നു? 1 1 ആണോ? എനിക്ക് നേരിട്ടൊക്കെ എല്ലാവരുടെയും ഉത്തരം കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്നാലും നിങ്ങളെ മനസ്സിൽ, എനിക്ക് വേണ്ടി മനസ്സിലൊന്ന് പറയുക, ഇത് 1 1 ആണ്. നോക്കാം. ഇമേജസ് എല്ലാം ഡിസ്റ്റിങ്ക്ട് ആയിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം. 1ന്റെ ഇമേജ് 1 ആണ്, വേറെ ഒന്നിന്റെ ഇമേജ് 1 വരാൻ പാടില്ല. 2ന്റെ ഇമേജ് 4 ആണ്, വേറെ ഒന്നിന്റെ ഇമേജ് 4 വരാൻ പാടില്ല. വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 3ന്റെ ഇമേജ് 9, വേറെ ഒന്നിന്റെ ഇമേജ് 9 വരാൻ പാടില്ല. 4ന്റെ ഇമേജ് 16, വേറെ ഒന്നിന്റെ ഇമേജ് 16 വരാൻ പാടില്ല. വേറെ ഏതെങ്കിലും സെയിം ആയിട്ട് വന്നോ? 16 വേറെ ഏതെങ്കിലും വന്നോ ഇമേജ്? ഇല്ല, ഒരെണ്ണത്തിന് വന്നിട്ടുള്ളൂ. 9 വേറെ ഏതെങ്കിലും വന്നോ ഇമേജ്? ഒരെണ്ണത്തിന് വന്നിട്ടുള്ളൂ. അപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസ് അല്ലേ എല്ലാം ഉള്ളത്. അപ്പോ ഇവിടെ ഒരാള് കിടപ്പുണ്ട്, അത് വിട്ടോ. നിങ്ങൾ ആകെ ഒരു കണ്ടീഷൻ, ഇത് ഒരൊറ്റ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇയാളെ നോക്കേണ്ട ആവശ്യമില്ല. അയ്യോ ഇയാൾ ഇമേജ് ഇല്ലല്ലോ, ഇയാള് ഒറ്റയ്ക്ക് കിടക്കുവാണല്ലോ, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇമേജ് എല്ലാം ഡിഫറെന്റ് ആണോ? അത് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അതെന്താണ്? 1 1 ആണ്. അപ്പോ 1ന്റെ ഇമേജ് 1 ആണെങ്കിൽ ഈ 1ന് ഇനി വേറെ ആരും അവകാശി വരാൻ പാടില്ല. ഇതാണ് അവകാശി. ഇനി വേറൊരു അവകാശി ഇവിടെ വരാൻ പാടില്ല. വേറെ ഏതെങ്കിലും ഉണ്ടോ? അവകാശം ഉണ്ടോ ഈ 1ന്? ഇല്ല. അങ്ങനെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. 4, ഓക്കെ, ഈ 4ന്റെ അവകാശി 2 ആണ്. വേറെ ഒന്നും, പിന്നെ വേറൊരു അവകാശി അവിടെ വരാൻ പാടില്ല. 9ന്റെ അവകാശി ഇവിടെ 3 ആണ്. വേറൊരു അവകാശി അവിടെ വരാൻ പാടില്ല. 3 അല്ലാതെ വേറൊരു അവകാശിയും വരാൻ പാടില്ല. 16ന്റെ അവകാശി 4 ആണ്. ശരിക്കും മാത്സിലെ ആ ഒരു വേർഡല്ല, ഞാൻ ജസ്റ്റ് ഓർമ്മ വന്ന് തോന്നിയതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു വാക്കാണത്. അപ്പോ ഇവിടെ 16, 4ന്റെ ഇമേജ് ആണ് 16. വേറെ ഒന്നിന്റെ ഇമേജ് ഇനി ആര് വരാൻ പാടില്ല? 16 വരാൻ പാടില്ല. അപ്പോ ഇത് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് 1 1. നിങ്ങളിത് ഇവിടെ ഇയാൾക്ക് ഇമേജ് ഉണ്ടോ, ഇവിടെ അവകാശം ഒന്നും ഇല്ലല്ലോ, അതൊന്നും നിങ്ങൾ നോക്കാൻ ആവശ്യമില്ല. ഒരേ ഒരു അവകാശം, അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? 1 1 തന്നെയാണ്. അടുത്ത ഇത് 4ാമത്തെ. ഇത് 1 1 ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. 1 1 ആണോ? നിങ്ങൾ തന്നെ നോക്കി എന്ത് പറയുന്നു? ഒറ്റ അടിക്ക് പറയണം അവിടെ ആൻസർ. നിങ്ങളുടെ ആൻസർ എനിക്ക് അവിടെ കിട്ടണം. ഇത്രയും നമ്മൾ 3 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, അതാണ് എൻ്റെ അർത്ഥം. ഇത് 1 1 ആണ്. ഞാൻ പറയും 1 1 അല്ല. കാരണം എന്താണ്? 1ന്റെ ഇമേജ് 1 ആണ്. ഓക്കെ, വേറെ ഒന്നിനും ഇനി ഇമേജ് 1 വരാൻ പാടില്ല. പക്ഷേ ഇവിടെ 3ന്റെ ഇമേജ് ആരാണ്? 1 ആണ്. അപ്പൊ 3ന്റെ ഇമേജും 1ന്റെ ഇമേജും 1 ആണ്. സെയിം ആയിട്ട് വന്നില്ലേ? സെയിം ആയിട്ട് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് അതെന്തല്ലെന്ന് ഞാൻ പറഞ്ഞത്, 1 1 അല്ലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ ഇനി ഇത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, വേറൊരു സിറ്റുവേഷനും കൂടെ അവിടെ ഉണ്ട്, പാലിക്കപ്പെടാത്ത ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇല്ല. 2ന്റെ ഇമേജ് 0 ആണ്, അതുപോലെ 4ന്റെ ഇമേജ് 0 ആണ്. 0ക്ക് ഒരു അവകാശം ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ 2 അവകാശികളുണ്ട്, 2 4. അപ്പൊ അതും എന്തല്ല? അതെന്ന് പറയുന്നത് 1 1 അല്ല. അപ്പം നിങ്ങൾ 1 1 ഓർത്തിരിക്കേണ്ട കാര്യം, ഇമേജസ് എല്ലാം എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്ട് ആയിരിക്കണം.
ഇനി ഇത് ആരോ ഡയഗ്രത്തിന്റെ കേസാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ മാത്രം ഫംഗ്ഷൻസ് വരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നിട്ട് നാച്ചുറൽ നമ്പറിന്റെ സെറ്റാണ്. സെറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ 1 2 3 4 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോ ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ പറ്റും. എല്ലാ സിറ്റുവേഷനിലും ആരോ ഡയഗ്രം വരയ്ക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ആരോ ഡയഗ്രം വരയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എങ്ങനെ നിങ്ങൾ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യും? നമ്മൾ അതിന്റെ പ്രോബ്ലംസ് കുറെ ചെയ്യും. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. എങ്ങനെ ഇങ്ങനത്തെ ആരോ ഡയഗ്രാംസ് വരയ്ക്കാത്ത സിറ്റുവേഷനിൽ നമുക്ക് 1 1 ആണോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് പഠിച്ചിരിക്കുക. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും കേട്ടിരുന്നാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. എഫ് ഓഫ് എക്സ് വൺ എന്താണെന്ന് എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എഫ് ഓഫ് എക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിൽ എഫ് ഓഫ് എക്സ് വൺ എന്താണെന്ന് എഴുതും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എഫ് ഓഫ് എക്സ് 2x. എഫ് ഓഫ് എക്സ് വൺ എന്ത് വരും? എക്സിന് വരെ എക്സ് വൺ. എഫ് ഓഫ് എക്സ് 2x ആണെങ്കിൽ എഫ് ഓഫ് എക്സ് സ്വാഭാവികമായിട്ട് എന്ത് വരും? 2x1. രണ്ടാമത് എഫ് ഓഫ് എക്സ് ടു എഴുതും. രണ്ടാമത് എന്ത് എഴുതണം? എഫ് ഓഫ് എക്സ് ടു എഴുതണം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ടു എന്തായിരിക്കും? 2x2 ആയിരിക്കും. ഓക്കെ, അത് രണ്ടും കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പ് ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എന്തെന്ന് എഴുതണം? എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടൂവും ഈക്വൽ ആയിട്ട് എടുക്കും. ഇത് നിങ്ങൾ ലെറ്റ് അത് എടുക്കുക, ഈക്വൽ ആണെന്ന് പറഞ്ഞ് എടുക്കുക, കണ്ടീഷൻ ആയിട്ട് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത് കട്ട് ചെയ്യുക, സോൾവ് ചെയ്യാൻ പറ്റുന്നത് സോൾവ് ചെയ്യുക. ലാസ്റ്റ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടിയാൽ 1 1 ആണ്. ഇത് കിട്ടണം. നിങ്ങൾ സോൾവ് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ സോൾവ് ചെയ്യുക, കട്ട് ചെയ്യുക. ചുമ്മാ തോന്നിയ പോലെ കട്ട് ചെയ്യരുത്. മാത്സിന്റെ റൂൾ അനുസരിച്ച് കട്ട് ചെയ്യും. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 1 1. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് 1 1 അല്ല. ഒപ്പിച്ചു വെച്ചാലും 1 1 അല്ല. അപ്പോൾ കറക്റ്റ് ആയിട്ട് മാത്സിന്റെ റൂൾ അനുസരിച്ച് കിട്ടണം. കിട്ടിയാൽ അത് 1 1 ആണ്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തല്ല? 1 1 അല്ല. അപ്പോ ഒന്നുകൂടെ പറയാം. എങ്ങനെ ഈ ആരോ ഡയഗ്രത്തിലല്ലാതെ നമുക്ക് സെറ്റ് വലിയ സെറ്റൊക്കെ നാച്ചുറൽ നമ്പർ അങ്ങനത്തെ ആരോ ഡയഗ്രാം വരയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എങ്ങനെ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടാവും. എഫ് ഓഫ് എക്സ് വൺ എന്താണെന്ന് ഇത്, എഫ് ഓഫ് എക്സ് ടു എന്താണെന്ന് ഇത്. ഒരു കണ്ടീഷൻ എടുക്കും. ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടുവും ഈക്വൽ ആണെന്ന് എടുക്കും. എന്നിട്ട് സോൾവ് ചെയ്ത് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. കിട്ടുന്നുണ്ടെങ്കിൽ 1 1, കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ 1 1 അല്ല. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞു 2x. എഫ് ഓഫ് എക്സ് വൺ എന്ത് വരും? 2x1. എഫ് ഓഫ് എക്സ് ടു എന്ത് വരും? 2x2. ഇനി എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തു നമ്മൾ. അപ്പോ എഫ് ഓഫ് എക്സ് വൺ എത്രയായിരുന്നു? 2x1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്തായിരുന്നു? 2x2. ഇത് 2x1 എന്ന് പറഞ്ഞാൽ 2 into x1 അല്ലേ? ഇത് 2 into x2 അല്ലേ? രണ്ട് സൈഡിലും 2 കട്ട് ചെയ്യാമോ? കട്ട് ചെയ്യാം. രണ്ട് സൈഡിലും 2 കട്ട് ചെയ്തോളാം. അല്ലെന്നുണ്ടെങ്കിൽ ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? ഡിവൈഡഡ് ബൈ 2 ആയി മാറും. അങ്ങനെയും കട്ട് ചെയ്തോളാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് സൈഡിലെയും 2 കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് കിട്ടി എനിക്ക്? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ത് തന്നെയാണ്? 1 1 തന്നെയാണ്. ഞാൻ പറഞ്ഞു 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഈ ജസ്റ്റ് സിമ്പിൾ എന്റെ സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് ഇതാണ്. എഫ് ഓഫ് എക്സ് വൺ എഴുതുക, എഫ് ഓഫ് എക്സ് ടു എഴുതുക. തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കിയിട്ട് എഴുതുക. ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുക. ലാസ്റ്റ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പ്രൂവ് ചെയ്യും. ഇതാണ് സ്റ്റെപ്പ്. ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. പറ്റുന്നവർ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. എന്താണ് ഇതിന്റെ അർത്ഥം? എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് ആണ്. എക്സ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എലമെന്റ്. ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. എക്സ് 1 ആണ്, എഫ് ഓഫ് 1 ആണ് 2. എക്സ് 2 ആണ്, എഫ് ഓഫ് 2 ആണ് 4. അപ്പൊ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ഒരു ഇമേജ് ആണ്, ശരിയല്ലേ? അതുപോലെ എഫ് ഓഫ് എക്സും ഒരു ഇമേജ് ആണ്. ആരുടെ ഇമേജ് ആണ്? എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഇമേജ് ആണ് എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ഒരു ഇമേജ് ആണ്, എഫ് ഓഫ് എക്സ് ടു ഒരു ഇമേജ് ആണ്. ഇത് രണ്ട് സെയിം ആവും. എന്താണ് കണ്ടീഷൻ? ആ എലമെന്റ് രണ്ടും ഒരാൾ തന്നെ ആയിരിക്കണം.
ഡിഫറെന്റ് ആവാൻ പാടില്ല. അതായത് x1 x2 എന്ന് പറയുന്നത് ഒരാൾ തന്നെ ആയിരിക്കണം, ഒറ്റ നമ്പർ തന്നെ ആയിരിക്കും. 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2. രണ്ട് ഇമേജ് വരും, സെയിം ആയിട്ട് വരും. രണ്ടാൾക്ക് വരുമോ, രണ്ടവകാശം വരുമോ? അവിടെ ഇല്ല. അത് ഒരേ ഒരു അവകാശമായിരിക്കും. അവരൊന്നായിരിക്കും. അവരൊന്നായിട്ടുള്ള കാര്യമായിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ ഇമേജസ് സെയിം ആവും. സെയിം ആവാൻ പാടില്ല. സെയിം ആണെങ്കിൽ അത് ഒരാളുടെ ഇമേജ് തന്നെ ആയിരിക്കും. 1 ആണെങ്കിൽ 1ന്റെ ഇമേജ് തന്നെ ആയിരിക്കും, 2 ആണെങ്കിൽ 2ന്റെ ഇമേജ് തന്നെ ആയിരിക്കും. പറ്റുന്നവർ മനസ്സിലാക്കുക, അല്ലാത്തവർ വിടുക. സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ആൻസർ പ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർ ഇതൊന്ന്, ഞാൻ ഈ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. മനസ്സിലാക്കാൻ പറ്റിയവർ മനസ്സിലാക്കുക, കേൾക്കണമെന്നുള്ളവർ ഒന്നുകൂടെ കേൾക്കുക, അല്ലാത്തവർ വിടുക. ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇതാണ് ആദ്യത്തെ ടൈപ്പ്. ആദ്യത്തെ ടൈപ്പിനെ പറയുന്ന പേരാണ് 1-1 ഫംഗ്ഷൻ. 1-1 ഫംഗ്ഷനെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 1-1 എന്നായിരിക്കില്ല വരാൻ പോകുന്നത്. പ്രൂവ് ദാറ്റ് ഗിവൺ ഫംഗ്ഷൻ ഈസ് ഇൻജെക്റ്റീവ് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇൻജെക്റ്റീവ്, ഈശ്വര ഇൻജെക്റ്റീവ് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, ഇൻജെക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എവിടെയാണ് ഇൻജെക്റ്റീവ് വരുന്നത്? അപ്പോൾ കൺഫ്യൂഷൻ അടിക്കരുത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും ഈ 1-1 ആയിരിക്കും മാത്രമായിരിക്കും ഓർത്ത് വെക്കുന്നത്. ഈ ഒരു വാക്ക് ഓർത്ത് വെക്കണമെന്നില്ല. അപ്പൊ ഞാനായാലും അവിടെ ഇൻജെക്റ്റീവ് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അടിച്ചു പോകും. പിന്നീട് നിങ്ങൾ വന്ന് ബുക്ക് തുറന്ന് നോക്കുമ്പോൾ 1-1 ആയിരുന്നു ഇൻജെക്റ്റീവ്, 1-1 എന്ന് ചോദിച്ചില്ലല്ലോ, ക്വസ്റ്റ്യൻ തെറ്റാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഓർത്ത് വയ്ക്കുക. 1-1ന്റെ വേറൊരു പേരാണ് ഇൻജെക്റ്റീവ്. പ്രൂവ് ദാറ്റ് ഇൻജെക്റ്റീവ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇനി പേടിക്കരുത്. അപ്പോൾ ഇതായിരിക്കും കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കുറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത രണ്ടാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷന്റെ ടൈപ്പാണ് ഓൺ ടു ഫംഗ്ഷൻ. രണ്ടാമത്തെ ടൈപ്പ് നല്ല നല്ല പേരുകളൊക്കെയാണ് വരുന്നത്. ഓൺ ടു ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷന് വേറൊരു പേരുണ്ട്, സർജക്റ്റീവ് ഫംഗ്ഷൻ. നല്ല നല്ല പേരുകളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഓൺ ടു ഫംഗ്ഷനെ പറയുന്ന വേറൊരു പേരാണ് അതെന്ന് പറയുന്നത് സർജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ് ഓൺ ടു ഫംഗ്ഷൻ? 1-1 ഫംഗ്ഷൻ നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞു, ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതുപോലെ ഓൺ ടു ഫംഗ്ഷനെ ഞാൻ ഒറ്റ വാക്കി പറയും, ഒരേ ഒരു വാക്കി പറയും മനസ്സിലാക്കാനായിട്ട്. ഓർഫൻ എലമെന്റ്സ് ഉണ്ടാവാൻ പാടില്ല ഇമേജസിൽ. ഓർഫനായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല ഇമേജസിൽ. എന്ത് കിടക്കാൻ പാടില്ല? ഓർഫനായിട്ട് കിടക്കാൻ പാടില്ല. എന്താണ് ഓർഫൻ എന്ന് പറഞ്ഞാൽ? ഓർഫൻ എന്ന് പറഞ്ഞാൽ ഒരു അനാഥനെ പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ് ഓർഫൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഇമേജസിൽ ഓർഫനായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല. അതായത് അവകാശികൾ ആരും ഇല്ലാതെ ആരും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. 4 എക്സാമ്പിൾ നമുക്ക് വേണ്ടി കിടപ്പുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ ഇമേജസിൽ നോക്കാം. 2 അവകാശം ഇല്ലേ? 1 ആണ്. 1ന്റെ ഇമേജ് ആണ് ശരിക്കും 2. 2ന്റെ പ്രീ ഇമേജ് 1 ഉണ്ട്. അപ്പൊ പ്രീ ഇമേജസ് ഇല്ലാതെ കിടക്കുന്ന, അങ്ങനെ ഓർത്താലും മതി. പ്രീ ഇമേജസ് ഇല്ലാതെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ടു അല്ല. അങ്ങനെ എല്ലാവർക്കും പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ മാത്രം അതെന്തായി മാറും? ഓൺ ടു ഫംഗ്ഷനായി മാറും. വളരെ സിമ്പിൾ. 2ന് പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട്. 4ന് പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട്. 6ന് പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട്. 8ന് പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട്. അനാഥനായിട്ട് ആരെങ്കിലും കിടപ്പുണ്ടോ ഇവിടെ? ഓർഫനായിട്ട് ആരെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. therefore it is an on to function. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഓൺ ടു ഫംഗ്ഷൻ. രണ്ടാമത്തെ നോക്കും. 0ക്ക് പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട്. കുറെ പ്രീ ഇമേജ് ഉണ്ട്, അത് പ്രശ്നമില്ല. പ്രീ ഇമേജ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രീ ഇമേജ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. കുറെ ഉണ്ടോ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. 0ക്ക് പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട്. 1ന് പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. അതായത് 1 ഇവിടെ അനാഥനായിട്ട് കിടക്കുകയാണ്. കണ്ടില്ലേ? 1 അനാഥനായിട്ട് കിടക്കുകയാണ്. അപ്പോ 1 അനാഥനായിട്ട് കിടക്കുകയാണ്, പ്രീ ഇമേജ് ഇല്ല. therefore it is not on to. ഇത് ഓൺ ടു ആണ്. ഇറ്റ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ. ഇറ്റ് ഈസ് സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ. പക്ഷെ ഇതെന്ത് ഫംഗ്ഷൻ അല്ല? ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു ഫംഗ്ഷൻ. മൂന്നാമത്തെ എക്സാം. 1ന് പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട്. 4ന് പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട്. 3ക്ക് പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. 9ന് പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട്. 16ന് പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട്. അനാഥനായിട്ട് ആര് കിടപ്പുണ്ടോ അവിടെ? 25 കിടപ്പുണ്ട്. 25ന് പ്രീ ഇമേജ് ഇല്ല. therefore it is not on to. not on to, not surjective. പറഞ്ഞു പഠിക്കുക, വാക്കുകളൊക്കെ പറഞ്ഞു പഠിക്കുക. അടുത്തത് നാലാമത്തത് 0 പ്രീ ഇമേജ് ഉണ്ടോ? 2 ഉണ്ട്, അത് കാര്യമൊക്കെ ഉണ്ടോ? പ്രീ ഇമേജ് ഉണ്ട്. 1 പ്രീ ഇമേജ് ഉണ്ടോ? 2 ഉണ്ട്, കാര്യമൊക്കെ ഉണ്ടോ?
പ്രീമിയേജ് ഉണ്ട്. ദെയർഫോർ ബാക്കി ആരെങ്കിലും അനാഥനായിട്ട് കിടപ്പുണ്ടോ അവിടെ? അനാഥനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അനാഥനായിട്ട് ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. ഇല്ലാത്തതുകൊണ്ട് ദെയർഫോർ ഇറ്റ് ഈസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ. ഇതിനെയാണ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വലിയ വലിയ ഡെഫിനിഷനുകൾ ഞാൻ നോട്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് തരാം. നിങ്ങളെ കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഡെഫിനിഷൻ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഡെഫിനിഷൻ ഇനിയൊന്ന് വായിച്ചൊക്കെ നോക്കുക. ഞാൻ തരുന്ന ഡെഫിനിഷൻ വായിച്ചു നോക്കുക. വലിയ വലിയ ഇംഗ്ലീഷിൽ പൊട്ടിത്തെറിക്കുന്ന വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കാൻ പോകണ്ട. ഞാൻ പറഞ്ഞ കാര്യം വെച്ച് മനസ്സിലാക്കുക. സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഇനി ഇതുപോലെ നമുക്കിപ്പോൾ ഒരു സെറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് തെളിയിക്കാം. ഇതുപോലെ ആരോ ഡയഗ്രാം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓൺ ടു ഫംഗ്ഷൻ തെളിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇതാണ്. ലെറ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞെടുക്കും. തന്നിരിക്കുന്ന ഫംഗ്ഷന് നിങ്ങൾ എന്തെന്ന് എടുക്കണം? y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുക. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നോ അങ്ങനെ വല്ലതും തന്നിട്ടുണ്ടാവും. ഒരു സെറ്റ് തന്നിട്ടുണ്ടാവും. നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് ആണെന്നൊക്കെ തന്നിട്ടുണ്ടാവും. ഇവിടെ ചെറിയ ചെറിയ സെറ്റ് 1 2 3 4 അങ്ങനത്തെ ചെറിയ ചെറിയ സെറ്റ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. അവിടെ നാച്ചുറൽ നമ്പറിൽ നിന്ന് 1 2 3 4 നിന്ന് 1 4 9 16 25 ആണ് ഇവിടെ പറയുന്നത്. എക്സിൽ നിന്ന് y അല്ലേ? 1 2 3 4 നിന്ന് 1 4 9 16 25 ഇവിടെ പറയും. നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പർ, ഇന്റീജർ ഇൻറ്റീജർ, റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പർ, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിൽ നിന്ന് ഇന്റീജർ, ഇങ്ങനെയൊക്കെ മിക്സഡ് ആയിട്ടൊക്കെ വരുന്നത് വളരെ ചുരുക്കമാണ്. ഇങ്ങനെ സെയിം ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. എങ്ങനെ വന്നാലും ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചോദ്യം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്യേണ്ടത് ഇതാണ്. ഓൺ ടുവിന് ഇങ്ങനത്തെ സെറ്റ് നമുക്ക് ആരോ ഡയഗ്രാം വരയ്ക്കാൻ പറ്റാത്തത് തന്നിരിക്കുന്ന ഫംഗ്ഷന് y ഈക്വൽ ടു എന്ന് പറഞ്ഞെടുക്കും. എന്നിട്ട് ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കും. ബാക്കി സ്റ്റെപ്പുകൾ ഞാൻ പ്രോബ്ലത്തിലൂടെ പറഞ്ഞുതരും. അപ്പൊ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തെന്ന് എടുക്കണം? y എന്ന് എടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കണം. ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രോബ്ലം വെച്ച് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 1 പഠിച്ചു, ഓൺ 2 പഠിച്ചു. 1 1 പറയുന്ന പേര് ഇൻജക്റ്റീവ്, ഓൺ 2 പറയുന്ന പേര് സർജക്റ്റീവ്. രണ്ടും ആണെങ്കിൽ ബൈജക്റ്റീവ്. എന്റെ വായിൽ വന്നു ആ വാക്കെന്ന് പറയുന്നത് എന്താണ്? 1 1 ആണ്, ഓൺ 2 ആണെങ്കിൽ ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈ എന്ന് പറഞ്ഞാൽ രണ്ടും ഓക്കെ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1 1 ആണ്, ഓൺ 2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആദ്യം 1 1 ആണെന്ന് പ്രൂവ് ചെയ്യുക, രണ്ടാമത് ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യുക, അത് ബൈജക്റ്റീവ് ആണെന്ന് പറയും. 1 1 ആണ് ബൈജക്റ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 1 1 ആണോ ചെക്ക് ചെയ്യും. 1 1 അല്ലെങ്കിൽ അവിടെ തന്നെ നിർത്തുക, ബൈജക്റ്റീവ് അല്ലെന്ന് പറയും. ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രം. ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും നോക്കണം. അത് ചെക്ക് ചെയ്യാൻ ഇത് ബൈജക്റ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ആയില്ലെങ്കിൽ പോലും അവിടെ എന്താവില്ല, അത് ബൈജക്റ്റീവ് ആവില്ല. അപ്പോൾ 1 1 ഓൺ 2 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ്. ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ പോലും അതിനെന്തെന്ന് പറയാൻ പറ്റില്ല? ബൈജക്റ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയാണ് നിങ്ങളുടെ ഫങ്ഷൻസ് എന്ന് പറയുന്ന പാഠം. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മളെ പ്രോബ്ലംസും കൂടെ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെത് ഒരുവിധം കംപ്ലീറ്റ് ആവും. പിന്നെ കുറച്ചൊരു ചെറിയൊരു പോർഷൻസും കൂടെയാണ് ഫങ്ഷൻസിൽ വരുന്നത്. ബൈനറി ഓപ്പറേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരും. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഈ കാര്യങ്ങൾ ഒന്നുകൂടെ കേട്ടിട്ട് വേണം എല്ലാവരും ഇരിക്കാനായിട്ട്. അപ്പോൾ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലസത കാണിക്കരുത്. ഒരു ക്ലാസ് മനസ്സിലാവാതെ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.